വെൽക്കം ടു ഡേ 3. നമ്മൾ അങ്ങനെ ഫൈനലി കൈറോയോട് വിട പറയുകയാണ്. നമ്മൾ താമസിച്ച അക്കോമഡേഷനാണിത്, പിരമിഡിന് തൊട്ടടുത്ത്. രാവിലെ നമ്മളെ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ booking.com വഴിയാണ് ടാക്സി അറേഞ്ച് ചെയ്തത്. കൈറോ എയർപോർട്ടിൽ നിന്നാണ് അസ്വാനിലേക്ക് പോകുന്നത്. ഐറ്റിനറി ആയതുകൊണ്ട് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഏത് ടൈമിൽ ടാക്സി ബുക്ക് ചെയ്യണം, എത്ര മണിക്കാണ് ഫ്ലൈറ്റ്, ഇതൊക്കെ ഭയങ്കര ഹെഡേക്ക് പിടിക്കുന്ന കാര്യങ്ങളാണ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാതെ താഴേക്ക് നോക്കി ഇന്ന് ആകാശത്തു നിന്നുള്ള കാഴ്ചകൾ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആരെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു ഭയങ്കര രസം തന്നെയാണ്. എനിക്കൊന്ന് വലിയ വലിയ ഫ്ലൈറ്റുകളിലൊന്നും ഇരുന്ന് നമുക്ക് ഇത്രയും കാണാൻ പറ്റത്തില്ല. ഈ ചെറിയ ഫ്ലൈറ്റുകളിൽ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഇത് ഏകദേശം 1 hour ഫ്ലൈറ്റ് ആയിരുന്നു. സോ നമുക്ക് നല്ല ഇഷ്ടംപോലെ കാഴ്ചകൾ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. ഈ വട്ടത്തിൽ കാണുന്നത് അവരുടെ കൃഷി രീതിയാണ്. ഇത്രയും തരിശ് ഭൂമിയിൽ അവർ കൃഷി ചെയ്യുന്നതാണ്. കുറേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ നദികൾ, മലകള്, മലനിരകള്, അതൊക്കെ കാണാനായിട്ട് ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത് നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ അസ്വാനിൽ നമ്മളൊരു 11:30 ആയപ്പോഴത്തേക്കും ലാൻഡ് ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറത്തെ ഫ്ലൈറ്റ് ആയിരുന്നു കൈറോയിൽ നിന്ന് അസ്വാനിലേക്ക്. നേരെ ബാക്ക് സീറ്റ് പോയി ഇടം പിടിച്ചിട്ടുണ്ട്. എടുത്തിരിക്കുകയാണ്. എൻ്റെ ഈ ഫോൺ മാറ്റിയിട്ട് നിനക്ക് നോക്കിയ ഫോൺ വാങ്ങിക്കുന്നത് ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. That's me trolling my കെട്ടിയൻ for not using the camera. അതായത് പുള്ളി വീഡിയോ ഒന്നും എടുക്കാത്തതിന് ഞാൻ കളിയാക്കുന്നതാണിത്. ക്യാമറ എടുത്ത് പിടിക്കുമ്പോൾ ഞാൻ പിന്നെ കളിയാക്കും. അങ്ങനെ അതാണ് കണ്ടത്. അങ്ങനെ നമ്മുടെ കറക്റ്റ് ടൈമിലായിരുന്നു ടാക്സി എത്തി, ഫ്ലൈറ്റ് എത്തി. നമ്മൾ തന്നെ ഇങ്ങനെ ഐറ്റിനറിയൊക്കെ ബുക്ക് ചെയ്യുമ്പം ഇൻ കേസ് ഫ്ലൈറ്റ് ഡിലേ ചെയ്താലോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ എത്തി. പിന്നെ നമുക്ക് വേണ്ടി ഡ്രൈവർ വെളിയിൽ വെയിറ്റ് ചെയ്തപ്പോണ്ടായിരുന്നു. ഡ്രൈവറിനെ അറേഞ്ച് ചെയ്തത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുകാരാണ്. കൈറോയിൽ നിന്ന് അസ്വാനിലേക്ക് 2 രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം. ഒന്ന് ഫ്ലൈറ്റ്, ഒന്ന് ട്രെയിനിന്. നമ്മൾ ചൂസ് ചെയ്ത ഫ്ലൈറ്റാണ്, കാരണം നമുക്ക് ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അസ്വാനിലെത്തും. ഇഷ്ടംപോലെ സമയമുള്ളവർക്ക് ട്രെയിൻ ചൂസ് ചെയ്യാം. മേ ബി ബുക്ക് ചെയ്യാൻ ഓവർനൈറ്റ് ട്രെയിൻ. രാത്രി കയറിയിരുന്ന് രാവിലെ എത്തും. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടും പിള്ളേരെ കൊണ്ട് യാത്ര ചെയ്യുന്ന അത്ര കുറച്ച് ടയറിങ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ നടന്നു വന്നു. ഇവിടാണ് പുതിയ നെക്സ്റ്റ് അക്കോമഡേഷന്. ഇതിൻ്റെ തീരത്താണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കുഴപ്പമില്ല. വില്ലേജ്. കൈറോയിൽ നമ്മൾ ഈജിപ്തിന് തൊട്ടടുത്തായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. അതുമാത്രമായിരുന്നു അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റേ ഒക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. ടോയ്ലറ്റ് ഒന്നും അത്ര ക്ലീൻ അല്ലായിരുന്നു, ടാപ്പ് ബ്രോക്കൺ ആയിരുന്നു, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അവർ ടൂർ അറേഞ്ച് ചെയ്തു തന്നു. അതിലെല്ലാം നമ്മൾ 100% ഹാപ്പി ആയിരുന്നു. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഈ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂവും പിന്നെ എല്ലാം ക്ലീൻ, ഭയങ്കര രസമായിരുന്നു കാണാൻ. അത് അന്നേരം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ലൈക്ക് വാവ് എന്നായിരുന്നു. അത്രയ്ക്ക് എല്ലാവർക്കും, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്ര റിലാക്സിങ് ആണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഫുള്ള് മാവാണ്, നല്ല ഈ കടൽ തീരത്തെ മണൽത്തരികൾ പോലുള്ള മണ്ണുമാണ്. നല്ല ഭയങ്കര കൂൾ, കാം, റിലാക്സിങ് ആയിട്ടുള്ളൊരു അക്കോമഡേഷനാണിത്. ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം സ്റ്റാഫില്ല. പിന്നെ ഈ ഹോട്ടൽ നടത്തുന്ന മെയിൻ ആള് പുള്ളി സ്ഥലത്തില്ലായിരുന്നു. അന്നേരത്തേക്കും ആകെ ഒരു ചെറുക്കൻ മാത്രം അവിടെ ഉള്ളായിരുന്നു. പുള്ളിക്ക് നമ്മളെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തി. നമ്മൾ കുറേ നേരം നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി. നമുക്ക് ഈ ലഗേജുമായിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം നമ്മൾ പറഞ്ഞു നമ്മളെ കയറ്റിയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇമെയിലൊക്കെ കാണിച്ചു കൊടുത്തു. അന്നേരത്തെ പിന്നെ നമ്മളെ അവർ ഒരു റൂം ഓപ്പൺ ചെയ്ത് തന്നു. ഇതാണ് നമ്മുടെ റൂം. 4 ബെഡ് ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ അക്കോമഡേഷനൊക്കെ ആയിരുന്നു. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാഫ് ഇല്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് അക്കോമഡേഷനിൽ അവരാണ് നമുക്ക് ടൂറൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അന്നേരം ഇതുപോലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവരോട് ചോദിച്ചിട്ട് എന്താണെന്ന് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ ടൂർ അറേഞ്ച് ചെയ്യാനും നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ടും ഇവിടെ ഒരാളും ഇല്ല.
അത് കണ്ടോ ഈ പടം, നമ്മുടെ റൂമിലുള്ള ഒരു പടം കണ്ടോ, ഇതുപോലെ വരുന്ന വഴിക്കല്ല ഇതുപോലത്തെ ഒരു പോട്ട് എല്ലാ വഴിയിലും വെച്ചിരിക്കുന്നുണ്ട്. എന്താ സംഭവം നടത്തണം, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഞങ്ങൾ ലഞ്ചിന് പോവാണ്. ബാഗെല്ലാം എടുത്ത് റൂമിൽ വെച്ച്, അതാണ് റൂം. ലഞ്ചിന് പോകണമെങ്കിൽ നേരെ ഈ നദിക്കപ്പുറം കാണുന്ന സിറ്റിയിലാണ് ഫുഡ് അവൈലബിൾ ഉള്ളൂ. അവിടോട്ട് നമ്മളെ കൊണ്ടുപോകാൻ പോവാണ്. അങ്ങോട്ട് നടക്കുകയാണ് നദിക്കപ്പുറത്തേക്ക്. നമ്മൾ ഈ ബോട്ടിൽ കയറിയാണ് പോകുന്നത്. നല്ല ക്ലിയർ വാട്ടറാണ്. ഇത് ഏത് നദിയാ? നൈലാണോ ചോദിക്കാം. ഓ, ഇത് നൈലാണ്. ഇംബ്രൂ, ദിസ് ഈസ് നൈൽ. യാ, ഗെറ്റ് ഇൻ. നിങ്ങൾ കയറ്. ഗെറ്റ് ഇൻ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇനി ഫോൺ എടുക്ക. നമ്മൾ അക്കരെ പോവാണ്. കുഞ്ഞു മീനുകളുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ പോട്ടില് വെള്ളം. ഇതെന്താ സംഭവം? എല്ലായിടത്തും ഉണ്ട്. എംറ്റി അത്. What do you want? Like a stick. What do you mean by stick? He wants to go in the water. Huh? He wants to. Oh, തൊഴയാനായിട്ടോ? I want to like touch them. Oh, no. So അതാണ് നമ്മുടെ ഹോട്ടൽ. അവിടെ നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഒരു വില്ലേജിലായതുകൊണ്ട് അവിടെ അങ്ങനെ ഫുഡൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് അവരുടെ ഓൺ ബോട്ടിൽ നമ്മളെ ഇപ്പുറത്തെ കരയിൽ കൊണ്ടുവിടും. നമ്മളങ്ങനെ പൈസയൊന്നും അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് പേ ചെയ്യേണ്ടായിരുന്നു. നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുവിട്ടു. നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഹോട്ടലിൽ കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. 3 ചിക്കൻ ഷവർമയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ അവർ വരും. നൈൽ 3 days ക്രൂസ് അല്ലേ. നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബോട്ടിന് പാർക്ക് ഇടയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട് ചാടാനാന്ന് തോന്നുന്നു. ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി കിഡ്സ്. അതും ഹോട്ടലുകാരുടെ വക ഫ്രീ ആയിട്ടാണ് ഒരു ബോട്ട് യാത്ര കിട്ടിയത്. റൂമിലൊരു പച്ചപ്പല്ലേ. ഇവിടെ ഇഷ്ടം പോലെ മാവുകളാണ്. ഫുള്ള് മാവ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതിയാണ്. പിന്നെ അവിടെ കുറേ വാഴയുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. നമ്മുടെ പ്ലാൻ വരുന്ന ദിവസം അന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ന്യൂബിയൻ വില്ലേജ് കാണണം എന്നായിരുന്നു പ്ലാന്. നമ്മൾ ഹോട്ടലുകാരുമായിട്ട് അത് അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹോട്ടലിൽ അവിടെ ആരും ഇല്ല ചോദിക്കാനായിട്ട്. പിന്നെ നമ്മളെ കുറേ നേരം അവർ വെയിറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറേ സമയം പോയി. പിന്നെ തൊട്ടടുത്തൊന്നും അല്ല ഹോട്ടൽ. ബോട്ടിൽ കയറി അപ്പുറം പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം 2 മണി 3 മണിയായി. അവിടെ എല്ലാം ഏകദേശം 4 മണി 5 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ജസ്റ്റ് റിലാക്സ് ചെയ്തു. നമ്മുടെ ഒരു ഡേ സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആവാൻ കാരണം ഹോട്ടലുകാരാണ്. പിന്നെ കിഡ്സ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഓൾവേസ് എല്ലാം എപ്പോഴും പോസിബിളായെന്ന് വരത്തില്ല. അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു ദിവസം റിലാക്സ് ചെയ്തു. എനിവേ കിഡ്സ് എൻജോയ്ഡ് ഇറ്റ്. നമ്മുടെ ബോട്ട് യാത്രയും എല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അക്കോമഡേഷനും ഒക്കെ. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ അബു സിംബൽ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അന്നേരം അതിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.
ഹായ്. അസ്വാനിലെത്തിയത് ഫെബ്രുവരി 14-നാണ്. ഞാൻ ബ്ലാക്ക് ആൻഡ് റെഡ് ഡ്രസ്സ് ഇട്ടു, ചേട്ടനും ബ്ലാക്ക് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കരുതി വന്നതാണ്. പക്ഷെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വാലന്റൈൻസ് ഡേ ഇത്രയത്തിൽ ഒതുക്കി. This is the chicken meal we ordered for the night. Sit. Go. ഡിന്നർ ഇൻ അസ്വാൻ. ഫീലിംഗ് വെൽ, സോ ഞാൻ ജസ്റ്റ് ഓറഞ്ചാണ് കഴിക്കുന്നത്. ഡാഡി ആൻഡ് സിയാന ചിക്കനും ചോറും Chicken meal. ചിക്കൻ മീൽ അടിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. Where on the That's so huge.